ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ സാമ്പിൾ ഓഫ് ഓക്സിജൻ ഗ്യാസ് എക്സ്പാൻസ് അറ്റ് വോളിയം ഫ്രം 3 ലിറ്ററിന് 5 ലിറ്ററിലേക്ക്, ശരി, അഗെയിൻസ്റ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ. ഓക്കെ, ഇഫ് ദ വർക്ക് ഡൺ ഡ്യൂറിങ് ദി എക്സ്പാൻഷൻ യൂസ് ടു ബി ഹീറ്റ് 10 മോൾസ് ഓഫ് വാട്ടർ ഇനീഷ്യലി പ്രസൻറ്റ് അറ്റ്. ഓക്കെ, ശരി. അപ്പം ഓക്കെ, ഈ പറഞ്ഞ സംഭവത്തിൽ ചെയ്യുന്ന വർക്ക് ഡൺ എത്രയാണ്? അത് എത്രയാണ്? മൈനസ് പി എക്സ്റ്റേണൽ ദാറ്റ് ഈസ് 3 ഇൻറ്റു വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ ദാറ്റ് ഈസ് 2. സോ ഇപ്പം കിട്ടിയ വർക്ക് ഡൺ ആ എനർജി എന്ന് പറഞ്ഞാൽ -6 ജൂൾസാന്ന് പറയാൻ പറ്റും. ആണോ? ഇല്ല, -6 ജൂൾസ് ഒറ്റയടിക്ക് പറയാൻ വരട്ടെ. ദിസ് ഇസ് 80 ലിറ്റർ. സോ ഇതിനെ -6 ഇൻറ്റു 101.3 ജൂൾസ് എന്ന രീതിയിലേക്ക് മാറ്റാം. ശരി, അപ്പോൾ ഈ പറഞ്ഞ ജൂൾസ് ആയിട്ടുള്ള എനർജി, ഈ പറഞ്ഞ എനർജി നമ്മൾ എന്തിനേക്ക് ഉപയോഗിക്കുന്നത്? നമ്മൾ ഈ പറഞ്ഞ എനർജി, അത് ഈ എനർജി എന്ത് ഫോമിലേക്ക് മാറ്റാം? അപ്പോൾ ഈ എനർജി നമ്മൾ ഹീറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയാം, യൂസ് ടു ഹീറ്റ്. അപ്പോൾ ഈ പറഞ്ഞ എനർജി ഹീറ്റിലേക്ക് മാറി 10 മോൾസ് ഓഫ് വാട്ടർ ഇനീഷ്യൽ അറ്റ് പ്രസൻറ്റ് 290 കെൽവിൻ. സോ ഇറ്റ്സ് ഫൈനൽ ടെമ്പറേച്ചർ വിൽ ബി ആണ് ചോദിക്കുന്നത്. അപ്പം എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് സി ഇസ് ഈക്വൽ ടു ഡി ക്യൂ ഡിവൈഡഡ് ബൈ എൻ ഡി ടി. ഓക്കെ, എന്താണ് കണ്ടെത്താവുന്നത്? ഡി ടി ആണ്. സോ ഡി ടിയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു ഡി ക്യൂ, ഓക്കെ, ഡിവൈഡഡ് ബൈ മോൾസ് 10 ഇൻറ്റു ഡി സിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 4.18 തന്നിട്ടുണ്ട്. ഡി ക്യൂയുടെ വാല്യൂ ആ ഡി ക്യൂ തന്നെയാണ്, ഇത് -6 ഇൻറ്റു 101.3 joules all divided by 10 into 4.18. ഓക്കെ, അങ്ങനെ ഡി ടിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ ടെമ്പറേച്ചറും, ഡി ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ടെമ്പറേച്ചർ, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 290 കിട്ടിക്കഴിഞ്ഞാൽ ഫൈനൽ ടെമ്പറേച്ചർ കിട്ടാൻ വലിയ മെനക്കെടൊന്നുമില്ല. ഇനി ഇതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സംഭവമാണ്. ഇത് വെറുതെ സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്താണുള്ളത് ഇവിടെ? ഒന്നാമത്തെ കാര്യം, ഇത് എന്താണ് ഹീറ്റ് ഓഫ് സൊല്യൂഷനും ഹീറ്റ് ഓഫ് ഡൈല്യൂഷൻ തമ്മിലുള്ള വ്യത്യാസത്തിന് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഹീറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ഒരു പർട്ടിക്കുലർ സൊല്യൂഷനിൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹീറ്റ് എവല്യൂഷൻ, അതിനെ നമ്മൾ ഹീറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് വിളിക്കും. പക്ഷേ നമ്മൾ ഇനി കുറച്ചും കൂടി സൊല്യൂഷൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി സൊല്യൂട്ട് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ എന്താണ് അതിനെ കുറച്ചും കൂടി സൊല്യൂഷൻ പാർട്ടിക്കിൾസ് ആഡ് ചെയ്തിട്ട് അതിനെ കുറച്ചും കൂടി ഡൈല്യൂഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഹീറ്റ് എവല്യൂഷൻ നേരത്തെ ഹീറ്റ് എവല്യൂഷൻ തന്നെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അത്തരത്തിലുള്ള ഹീറ്റിന് നമുക്ക് പറയാൻ പറ്റും ഹീറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് ഹീറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അത് നമ്മൾ അതിന് ശേഷം സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ എന്താണ് സോൾവെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അതിൻ്റെ ഹീറ്റ് ഓഫ് സൊല്യൂഷൻ മാറില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. പക്ഷേ ഹീറ്റ് ഓഫ് ഡൈല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ, ഇപ്പോൾ എന്താണ് 5 മോൾ വാട്ടർ ആഡ് ചെയ്ത്, ഓക്കെ, അതൊരു ഡൈല്യൂഷനാണ്. 8 മോൾ വാട്ടർ ആഡ് ചെയ്ത്, അപ്പോൾ ഉണ്ടാകുന്ന ഹീറ്റും ഉണ്ടാവും. അപ്പോൾ രണ്ട് ഹീറ്റിന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 5 മോൾ ടു 8 മോൾസ് ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച് ഇൻ ഹീറ്റ് ഓഫ് സൊല്യൂഷൻ, അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് സൊല്യൂഷൻ അല്ല, ആ ചേഞ്ച് ഇൻ ഹീറ്റ് എക്സ്ചേഞ്ച് നമുക്ക് പിടിക്കാൻ പറ്റും ഹീറ്റ് ഓഫ് ഡൈല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഹീറ്റ് ഓഫ് ഡൈല്യൂഷൻ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ കൂടുതൽ ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ പറഞ്ഞ ഡിഫറൻസ് മെല്ലെ കുറയാൻ തുടങ്ങും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. നോക്ക്, ഇപ്പോൾ ഞാൻ ആദ്യം 5 മോൾ ആഡ് ചെയ്ത് ഇത്രയും ഹീറ്റ് ഓഫ് എവല്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം 8 മോൾ ആഡ് ചെയ്തപ്പോൾ -12 ഉണ്ട്. ഇപ്പോൾ ഇത്രയും ഡിഫറൻസ് 2 ഡിഫറൻസ് ഉണ്ട്. പക്ഷേ കുറച്ചുകൂടി ആഡ് ചെയ്ത് 12 മോൾ ആഡ് ആയി. എന്നിട്ട് ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ വളരെ ചെറുതായി പോയി. പിന്നെ കുറച്ചുകൂടി ചെറുതായി, വളരെ ചെറുതായി. അങ്ങനെ നമ്മൾ കുറേ ഇൻഫൈനൈറ്റ് വെള്ളങ്ങൾ ആഡ് ചെയ്യും. ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് എമൗണ്ട് ആയിരിക്കും, നമുക്ക് അറിഞ്ഞൂടെ എത്ര എമൗണ്ട്. അല്ലാണ്ട് ഇൻഫിനിറ്റി എന്നുള്ള എല്ലാ അർത്ഥം, ബേസിക്കായിട്ട് ഇൻഫിനിറ്റി എന്നുള്ളൊരു അർത്ഥം അല്ല ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. പക്ഷേ ഏതൊരു പർട്ടിക്കുലർ ഡൈല്യൂഷൻ ആകുന്ന സമയത്ത് അതിനേക്കാളും കൂടുതൽ നമ്മൾ വെള്ളം ആഡ് ചെയ്തപ്പോൾ ആ ഒരു ഹീറ്റ് ചേഞ്ചിന് ഒരു വ്യത്യാസം ഇല്ലാണ്ടായി. സോ അത്തരത്തിലുള്ള ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ഹീറ്റ് എവല്യൂഷൻ നമുക്ക് വിളിക്കാൻ പറ്റും ഹീറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന്. അല്ലാണ്ട് ഒരു പർട്ടിക്കുലർ റേഞ്ചിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ ഹീറ്റ് ഓഫ് ഡൈല്യൂഷൻ എന്ന്. ഓക്കെ, ഇനി ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻതാൽപ്പീസ് ഓഫ് സൊല്യൂഷൻ ഓഫ് അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് ആൻഡ് ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് .5H2O തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ചാൽ എന്താണ് ഹീറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനാണ് വരുന്നത് മെയിനായിട്ട്? അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹീറ്റ് ഓഫ് സൊല്യൂഷൻ ഓഫ് എ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഹീറ്റ് ഓഫ് സൊല്യൂഷൻ ഓഫ് എ അങ്ങനെയാണ് പറയാം. അപ്പോൾ ആരോടെ റിയാക്ട് ചെയ്യുന്ന അയാളുടെ ഹീറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന രീതിയിലാണ് നമ്മളത് പറയാൻ. അങ്ങനെ സമയത്ത് കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്തെന്നല്ല, വാട്ടറായിട്ട് ട്രീറ്റ് ചെയ്ത്, അങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത്, എന്നിട്ട് അതിനെന്താ വരാൻ? കോപ്പർ സൾഫേറ്റിൻ്റെ അക്വസ് സാധനം വരും, അക്വസ്. അപ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് ഓഫ് സൊല്യൂഷനാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ്, ഇനി ഇതിനേക്കാൾ കൂടുതൽ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ΔH സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു -66.5. ഇനി അടുത്തത് ഹൈഡ്രേറ്റഡ്, അതിനെ തന്നിട്ടുണ്ട് CuSO4.5H2O ഇതിലേക്ക് മാറുന്നുണ്ട്. അതും CuSO4 അക്വസ് എന്ന സാധനത്തിലേക്ക് മാറുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഹീറ്റ് എച്ച് തന്നിട്ടുണ്ട്. എത്രയായിരുന്നു അത്? 11.7 kJ. ഓക്കെ, ശരി. നമുക്കിനി വേണ്ടത് ക്വസ്റ്റ്യൻ വെച്ചാൽ എൻതാൽപ്പി ഹൈഡ്രേഷൻ ഓഫ് CuSO4 to CuSO4.5H2O. ദാറ്റ് മീൻസ് ഇതിലേക്ക് എത്തണം.
ഇതിലെത്തൊക്കെ ഞാൻ തലയിരിച്ച് കഴിഞ്ഞാൽ അതേപോലത്തെ സാധനം. സോ തലയിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം അതിൻ്റെ ഹീറ്റ് ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ നെഗറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ തലയിരിച്ച് എന്നിട്ട് ആഡ് ചെയ്യും. എന്നിട്ട് CuSFR ക്യാൻസൽ ആവും. ഈ പറഞ്ഞ സാധനം മാത്രം കിട്ടും. സോ ഐ കുഡ് സേ ദാറ്റ് -66.5 പ്ലസ് -11.7 ആണ് ഉത്തരം. 278.2 എന്ന രീതിയിലാണ് ഉത്തരം കിട്ടുക. മൈനസ്. ഓക്കെ, ഇപ്പോൾ kJയിലാണ് ഉണ്ടാവുക, കിലോ ജൂളാണ് ഉണ്ടാവുക. ഇനി നമ്മൾ റിയാക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഡെൽറ്റ എച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് CO2 O2 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. 2CO2 ഇത്രയും ഡെൽറ്റ എച്ച് ഉണ്ട്. ഇതിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ എച്ച് ഇത്രയും ഉണ്ട്. ഫോർ ദ റിയാക്ഷൻ എന്താണ് CO ഉണ്ട്. ശരി, എന്താണ് ഡെൽറ്റ എച്ച് ഈ പറഞ്ഞ റിയാക്ഷനാണ് കണ്ടെത്താൻ പറയുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ തന്നെ എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇപ്പം ചെയ്ത മെത്തേഡ് പ്രകാരം ഇപ്പം എന്തുകൊണ്ട് ഇപ്പം ഈ ഒരു മെത്തേഡിൽ ഇക്വേഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ഹീറ്റ് ഓഫ് സൊല്യൂഷനെ പറ്റി ചിന്തിക്കുന്നത്. ഹീറ്റ് ഓഫ് സൊല്യൂഷന് നമുക്ക് എന്താണ് ഹീറ്റ് ഓഫ് ഫോർമേഷനോ ഹീറ്റ് ഓഫ് കമ്പേഷനോ നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഇക്വേഷൻ ചെയ്തിട്ട് തന്നെ ചെയ്യണം എന്ന രീതിയിൽ വേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് എന്താണ് നമ്മൾ സാർ പറഞ്ഞ പോലെ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബാക്ക് പ്രൊഡക്റ്റിൻ്റെ ഫോർമേഷൻ മൈനസ് റിയാക്റ്റിൻ്റെ ഫോർമേഷൻ ആണ്. ദാറ്റ് മീൻസ് ഡെൽറ്റ എച്ച് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എന്താണ് ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് CO മൈനസ് ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് ഗ്രാഫൈറ്റ് കാർബൺ ഗ്രാഫൈറ്റിനെ കാർബൺ സോളിഡ് എന്ന് വിളിക്കാം, പ്ലസ് മൈനസ് ഡെൽറ്റ എച്ച് ഹാഫ് ഇൻറ്റു ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് O2 ഗ്യാസ്. പക്ഷേ ഇത് രണ്ടും 0 ബിക്കോസ് ഇത് രണ്ടും എലമെൻ്റൽ സ്റ്റേറ്റിലാണ്. ദാറ്റ് മീൻസ് എനിക്ക് കിട്ടേണ്ട ഉത്തരം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് CO ആണ്. ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ഓഫ് ദി റിയാക്ഷൻ. കറക്റ്റ്. അത് ഇനി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും, ഡെൽറ്റ എച്ച് CO കിട്ടണം. അപ്പോൾ CO ഉള്ള ഏതെങ്കിലും റിയാക്ഷൻ നോക്കാം. ഓക്കെ, CO ഉള്ള റിയാക്ഷൻ ഇതാണല്ലോ കണ്ടാൽ തോന്നുമല്ലോ ഒബ്വിയസ്ലി ബിക്കോസ് CO കാണുന്നത് കാർബൺ മോണോക്സൈഡ്. സോ ഇയാളുടെ ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് എക്സ്. ഓക്കെ, അന്നേരം എന്താണ് ഇതിൻ്റെ CO2യുടെ 2 ഇൻറ്റു ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് CO2 മൈനസ് 2 ഇൻറ്റു ഡെൽറ്റ എച്ച് നമുക്ക് വേണ്ട സാധനം അല്ല 2 ഇൻറ്റു ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് CO പ്ലസ് മൈനസ് ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് O2. അത് എന്തായാലും 0. എന്തുകൊണ്ടാണ്, ബിക്കോസ് ഇറ്റ്സ് എന്താണ് എന്താ പറയുക എലമെൻ്റൽ സ്റ്റേറ്റിലുള്ളതുകൊണ്ട് അതിൻ്റെ വാല്യൂ 0 ആയി. ശരി, ഇനി CO2യുടെ സാധനം കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് COയുടെ വാല്യൂ കിട്ടാമായിരുന്നു. അപ്പോൾ CO2യുടെ കിട്ടണമെങ്കിൽ ഓക്കെ ഇവിടെ ഒരു CO2 എന്ന സാധനം ഉണ്ട്. ഇനി ഇവിടുന്ന് തന്നെ കണ്ടാൽ മനസ്സിലാവും ഈ പറഞ്ഞ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഡെൽറ്റ എച്ച് ഫോർമേഷൻ തന്നെയല്ലേ ആണ്. കാരണം വെച്ചാൽ ഈ ഇക്വേഷൻ എന്ത് നമുക്ക് നോക്കുക, ഒരു മോൾ ഫോം ചെയ്യുന്നത് CO2 ഫ്രം ഇറ്റ്സ് എലമെൻ്റൽ സ്റ്റേറ്റ്. സോ യു കുഡ് സേ ദാറ്റ് ദിസ് ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഡെൽറ്റ എച്ച് ഫോർമേഷനാണ്. ഇനി സംശയം ഉണ്ടെങ്കിൽ എന്താ ഇതിൻ്റെ ഡെൽറ്റ എച്ച് ഫോർമേഷൻ -2 0 ആവുന്നുണ്ട്, അത് തന്നെയാണ് ഡെൽറ്റ എച്ച് ഫോർമേഷൻ. സോ നമുക്ക് ഡെൽറ്റ എച്ച് ഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് Y. സോ ഈ പറഞ്ഞ സാധനത്തിൻ്റെ വാല്യൂ Y ആണ്. സോ എക്സ് മൈനസ് 2y ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് അങ്ങനെ പറ്റൂല 2x ഇതിപ്പോൾ y അല്ലേ. ശരി, സോ 2 ഡെൽറ്റ എച്ച് CO ഇസ് ഈക്വൽ ടു 2 മൈനസ് എക്സ് 2y മൈനസ് എക്സ് എന്ന രീതിയിൽ പറ്റും. ആൻഡ് നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2y മൈനസ് എക്സ് ബൈ 2 എന്ന രീതിയിൽ ഉത്തരം കിട്ടും. ഓക്കെ, അതാണ് ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്. അത് തന്നെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഡെൽറ്റ എച്ച് ബിക്കോസ് ഡെൽറ്റ എച്ച് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്. സോ ഉത്തരം കറക്റ്റ് ആയിട്ട് 2y മൈനസ് എക്സ് ബിക്കോസ് ഗിവൺ ആയിട്ടുള്ള ഇൻഫോർമേഷൻ XY എന്ന രീതിയിലാണ് കറക്റ്റാണ് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ ക്വസ്റ്റ്യനും സിമിലർ ആയിട്ട് തന്നെ ചെയ്താൽ മതി. അല്ലാണ്ട് ഇത് ഇക്വേഷനൊക്കെ ഇത്രയും ഇക്വേഷൻസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡയറക്റ്റ് ഇക്വേഷനുള്ള ആദ്യം നമുക്ക് ഡെൽറ്റ എച്ച് കണ്ടെത്താൻ ഒരു മെത്തേഡ് ഉണ്ട്. ഒന്ന് റിയാക്റ്റൻറ്റിൻ്റെ കമ്പഷൻ മൈനസ് പ്രോഡക്റ്റിൻ്റെ കമ്പഷൻ, പിന്നെ അല്ലെങ്കിൽ എന്താണ് ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് സൈഡ് മൈനസ് ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് സൈഡ് എല്ലാം സമ്മേഷൻ ചെയ്യണം. പിന്നെ അതിൻ്റെ പേരുള്ള കോഫിഷ്യൻസ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോയിട്ട് ചെയ്യണം. ആ രീതിയിൽ ചെയ്താൽ ഉത്തരം ഡയറക്റ്റ് കിട്ടും. ഇനി അടുത്ത പഠിക്കാനുള്ളത് എൻതാൽപ്പി ഓഫ് ഹീറ്റ്. നമ്മൾ പല രീതിയിലോ എൻതാൽപ്പീസ് പഠിച്ചു. എന്തൊക്കെ എൻതാൽപ്പി പഠിച്ചത്, ഡെൽറ്റ എച്ച് ഫോർമേഷൻ പഠിച്ചു, ഡെൽറ്റ എച്ച് കമ്പഷൻ പഠിച്ചു, പിന്നെന്താ പഠിച്ചത്, പിന്നെ നമ്മൾ പഠിച്ച ഡെൽറ്റ എച്ച് ഓഫ് ദി സൊല്യൂഷൻ പഠിച്ചു, ഡെൽറ്റ എച്ച് ഓഫ് ഡൈല്യൂഷൻ പഠിച്ചു. ഇനി ഡെൽറ്റ എച്ച് ഓഫ് ന്യൂട്രലൈസേഷൻ ആണ് പഠിക്കാനുള്ളത്. ഡെൽറ്റ എച്ച് ഓഫ് ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡും ബേസും റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാധനം എന്തൊക്കെയാണ്, ഒന്ന് സോൾട്ട് ഉണ്ട്, വാട്ടർ ഉണ്ട്. ഓക്കെ, സോൾട്ടും വാട്ടർ ഉണ്ട്. പിന്നെ ദിസ് ഇസ് ആൻ എക്സോതെർമിക് പ്രോസസ് ആണ്. അപ്പോൾ കുറച്ച് ഹീറ്റ് പുറത്തോട്ടേക്ക് ഇവോൾവ് ആവും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഓക്കെ, അതെല്ലാം അറിയുന്ന കാര്യമാണ് ഓൾറെഡി. ശരി, എന്നാൽ ഇനി എന്താ സംഭവിച്ചാൽ എന്താണ് ഇതിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഡെൽറ്റ എച്ചിൻ്റെ ഓഫ് ന്യൂട്രലൈസേഷൻ എന്തൊക്കെ ഡിഫൈൻ ചെയ്യുമ്പോൾ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈക്വലൻസ് ആസിഡ്,
ഒരു ഇക്വലൻസ് ബേസ് അത് ട്രീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ഒരു വാട്ടർ ആയിരിക്കണം. ഒരു മോൾ വാട്ടർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത്തരത്തിലുള്ള റിയാക്ഷനിൽ ഉണ്ടാകുന്ന ഡെൽറ്റ എച്ച് ഇവല്യൂഷൻ അത് നമുക്ക് പറയാൻ പറ്റും അത് ഡെൽറ്റ എച്ച് ഓഫ് ന്യൂട്രലൈസേഷൻ ആണെന്ന് പറയാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഒരു ഒരു ഗ്രാം ഈക്വലൻ്റ് ആസിഡ് അല്ല ഒരു ഗ്രാം ഈക്വലൻ്റ് ബേസ് എന്ന രീതിയിലല്ല. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, ഒരു മോൾ വാട്ടർ ഉണ്ടാവുന്നുണ്ടോ, അത് പിന്നെ ബാലൻസ് ഇക്വേഷൻ ആണ്. അപ്പോൾ ഒരു മോൾ വാട്ടർ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് ആസിഡ് ബേസ് റിയാക്ഷൻ. ഒരു മോൾ വാട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഓഫ് ന്യൂട്രലൈസേഷൻ എന്ന് പറയാൻ പറ്റും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കി. ഇത് എപ്പോൾ നെഗറ്റീവ് വാല്യൂ ബിക്കോസ് എന്തുകൊണ്ടാണ് ഇത് എക്സോതെർമിക് പ്രോസസ് ആണ്. ആസിഡ് ബേസ് റിയാക്ഷൻ ഈസ് ഓൾവേസ് എൻ എക്സോതെർമിക് പ്രോസസ്. സോ വിച്ച് ഓഫ് ദി ഡെൽറ്റ എച്ച് ആർ ഈസ് ഡെൽറ്റ എച്ച് ന്യൂട്രലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് 2 മോൾസ് ഉണ്ട്. ശരി, 2 മോൾസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇക്വലൻസ് എങ്ങനെ കണ്ടെത്താൻ? എച്ച് പ്ലസിൻ്റെ ഇക്വലൻസ് ആണ്. ഒരു ഗ്രാം എച്ച് പ്ലസിൻ്റെ ഇക്വലൻസ് ആണോ? ഇവിടെ എച്ച് പ്ലസ് എത്ര ഉണ്ട്? 1 ഉണ്ട്. അപ്പം എൻ ഫാക്ടർ 1 ആണ്. സോ 1 ഇൻറ്റു മോൾസ് ഇതിലുള്ള എൻ ഫാക്ടർ. സോ ഇവിടെ 2 ആണ് ഓൾറെഡി ഇക്വലൻസ്. സോ അത് തെറ്റി. 2 ഇക്വലൻസ് അല്ല, ഒരു ഇക്വലൻസ് ആണ്. അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ മോൾസ് ഓഫ് വാട്ടർ നോക്കാൻ. സോ മോൾസ് ഓഫ് വാട്ടർ 2 ആണ്. സോ ഡെഫിനറ്റ്ലി ദിസ് ഇസ് നോട്ട് ഡെൽറ്റ എച്ച് ഓഫ് ന്യൂട്രലൈസേഷൻ. ഇനി ഇത് ഒരു മോൾ ഓക്കെ, വാട്ടർ എത്ര? 1 മോൾ. സോ ദിസ് ഇസ് ഡെൽറ്റ എച്ച് ഓഫ് ന്യൂട്രലൈസേഷൻ. ഓക്കെ, 1 ഡെൽറ്റ എച്ച് ഓഫ് ന്യൂട്രലൈസേഷൻ ആണ് 1 ആയതുകൊണ്ട്. ശരി, ഇനി ഇതാണെങ്കിലോ ഇവിടെ എൻ ഫാക്ടർ തന്നെ മറ്റൊരു 2H പ്ലസ് ഉണ്ട്. സോ 2 ഇൻറ്റു 1. സോ നമുക്ക് എൻ ഫാക്ടർ 2 കിട്ടി. സോ അത് പറ്റത്തില്ല. ഇനി 2 മോൾസ് H2 ഉണ്ട്. സോ ദിസ് ഇസ് നോട്ട് ഡെൽറ്റ എച്ച് ഓഫ് ന്യൂട്രലൈസേഷൻ. ഇനി ഇത് നോക്കി നോക്ക്. H2C2O4 ട്രീറ്റ് ചെയ്തിട്ട് ഇവിടെ 2 ഇക്വലൻസ് ഒക്കെ ഉണ്ട്. ശരി, ഇല്ല, ഇവിടെ 2 ഇക്വലൻസ് ഇല്ല. എന്തുകൊണ്ടാണ്? ഇവിടെ എച്ച് പ്ലസ് എത്രയാണ് പുറത്തോട്ടേക്ക് പോകുന്നത്? എൻ ഫാക്ടർ എത്രയാണ്? ഇവിടെ ആകെ എൻ ഫാക്ടർ എന്നാൽ അത് 1 ആണ്. കാരണം എന്താ, ഒരു എച്ച് മാത്രമേ റീപ്ലേസ് ആയിട്ട് പോകുന്നുള്ളൂ. സോ ഇറ്റ്സ് എൻ ഫാക്ടർസ് 1 ഒരു മോൾ. സോ 1 ആണ് ഈക്വലൻ്റ്. ഇവിടെ ആണെങ്കിലും 1 ഈക്വലൻ്റ് ആണ്. ശരി, ഒരു മോൾ വാട്ടറേ ഉണ്ടാവുന്നുള്ളൂ ബിക്കോസ് നേരത്തെ ഉള്ളത് കംപ്ലീറ്റ് 2 എച്ചും റീപ്ലേസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. അതാണ് NaO2. ഇപ്രാവശ്യം NaHC2O4 എന്ന രീതിയിലാണ് പോയിട്ടുള്ളത്. ഓക്കെ, ഇനി സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസിൻ്റെ കേസിലാണെങ്കിൽ എന്താണ് ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ അതൊരു ഡെൽറ്റ എച്ച് ന്യൂട്രലൈസേഷൻ അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ HCl NaOH അത് ട്രീറ്റ് ചെയ്തിട്ട് NaCl H2 ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ HCl NaOH അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ്, സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസിസും ആണ്. അതെന്തായാലും കംപ്ലീറ്റ് ആയിട്ട് എന്താണ് അത് അതിൻ്റെ പെർട്ടിക്കുലർ അയോൺസ് ആയിട്ട് മാറുന്നുണ്ട്. സോ H പ്ലസ് ഉണ്ട്, Cl മൈനസ് ഉണ്ട്, പിന്നെ എന്താ ഉള്ളത് Na പ്ലസ് ഉണ്ട്, OH മൈനസ് ഉണ്ട്, പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് Na പ്ലസ് ഉണ്ട്, Cl മൈനസ് ഉണ്ട്, പിന്നെ ആകെ ഒരു H2 ഉണ്ട്. സോ ഇത് രണ്ടും ക്യാൻസൽ ആവും. പിന്നെ ആകെ നമുക്ക് പറയാൻ പറ്റും H പ്ലസും പ്ലസ് OH മൈനസും എന്തായിട്ട് വരും? H2 ആയിട്ട് വരും. ഓക്കെ, ഇതാണ് ഈ ഒരു റിയാക്ഷൻ തന്നെയാണ് ഈ ഒരു റിയാക്ഷൻ. നേരത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ക്യാൻസലായി പോകുന്നുണ്ടെന്നേ ഉള്ളൂ. ഈ റിയാക്ഷൻ തന്നെയാണ് എല്ലാ സ്ട്രോങ് ബേസും സ്ട്രോങ് ആസിഡും നമുക്ക് കിട്ടാൻ. അപ്പോൾ ഇവിടുന്ന് ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ആ വാല്യൂ ഒന്ന് പഠിച്ചു വെക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മൈനസ് ആണ് ഉണ്ടാവുക 57.3 എന്തിലാണ് ഉണ്ടാവുക? ഇത് കിലോ ജൂളും. അതേപോലെ വേണമെങ്കിൽ കാലറിയിലും ചിലപ്പോൾ ചോദിക്കുക. സോ -13.7 കിലോ കാലറി പെർ മോൾ എന്ന രീതിയിൽ കിലോ കാലറി പെർ മോൾ കേട്ടോ. ഈ 2 വാല്യൂസ് ഒന്ന് ഓർമ്മിച്ച് വെക്കണം. ഓക്കെ, കാരണം വെച്ചാൽ കുറേ എല്ലാ റിയാക്ഷനിലും ഡെൽറ്റ എച്ച് ന്യൂട്രലൈസേഷൻ ഇഫ് അവർ രണ്ടാളും സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഡെഫിനറ്റ്ലി ഡെൽറ്റ എച്ച് ന്യൂട്രലൈസേഷൻ വാല്യൂ ഇത് തന്നെ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഞാൻ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് എന്ന് പറഞ്ഞ് നോക്കാം. ഇവർക്ക് രണ്ടാക്കും ഡെൽറ്റ എച്ച് എന്താ? ഇവിടെ നിന്ന് H പ്ലസ് OH മൈനസ്. ഇവിടെ എന്തുകൊണ്ട് ഞാൻ 1 എടുത്തത് എൻ ഫാക്ടർ? കാരണം നമുക്ക് ഇതിൻ്റെ വാല്യൂ 1 ഈക്വലൻ്റ് ആവണം. അതുകൊണ്ട് ഒറ്റ എച്ച് റീപ്ലേസ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കാം. ശരി, ഒറ്റ എച്ച് മാത്രം റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ശരി, H2O അല്ലെ വേണമെങ്കിൽ 2 എച്ചും റീപ്ലേസ് ചെയ്യാം. എന്നാലും ഇവിടെ ഉണ്ടാകുന്ന ഒരു മോൾ ആയിരിക്കില്ല. ഒരു മോളല്ല ആവണമെങ്കിൽ എന്ത് ചെയ്യുക? വേണമെങ്കിൽ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊക്കെ ശരിയാക്കാം. അങ്ങനെ ഒരു മോൾ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ പറഞ്ഞ് ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ ന്യൂട്രലൈസേഷൻ്റെ വാല്യൂ തന്നെയാണെന്ന് പറയാൻ പറ്റും. ഇനി ഇവിടെ നോക്കി HSO4 ആ സാധനങ്ങളൊക്കെ ക്യാൻസൽ ആയി പോകുന്നുണ്ട്. പിന്നെയും നേരത്തെ അതേ ഇക്വേഷനിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ നേരത്തെ അതേ ഇക്വേഷൻ തന്നെയായിരിക്കും. -57.3 കിലോ ജൂളും പിന്നെ -13.7 കിലോ കാലറിയിലായിരിക്കും ഉത്തരം ഉണ്ടാവുക. ഓക്കെ, ഇനി വീക്ക് ആസിഡ് പ്ലസ് സ്ട്രോങ് ബേസിൻ്റെ കേസ് ആകുമ്പോൾ ചെറിയ രീതിയിൽ. കാരണം എന്തുകൊണ്ടാണ് മാറുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇവിടുന്ന് കുറച്ച് ഡയറക്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്പോൾ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തുന്നുണ്ട്. ശരി, അപ്പോൾ എനർജി കുറച്ച് പുറത്തോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ പറ്റും ഇത് ഡെൽറ്റ എച്ച് ഓഫ് ന്യൂട്രലൈസേഷൻ തന്നെയാണ്. ഇവിടെ ഉണ്ടാകുന്ന എനർജി എവല്യൂഷൻസ് ഡെൽറ്റ എച്ച് ന്യൂട്രലൈസേഷൻ തന്നെയാണ്. പക്ഷേ ആ പറഞ്ഞ കംപ്ലീറ്റ് എനർജി പുറത്തോട്ടേക്ക് നമുക്ക് കിട്ടണം എന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച -13.7 കിലോ കാലറി ഒന്നും കിട്ടണം എന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള കുറച്ച് എനർജീസ് ഡെഫിനറ്റ്ലി എന്തിനേക്കും ഈ പറഞ്ഞ CH3COH ദാറ്റ് ഈസ് എ വീക്ക് ആസിഡ് അയാൾ
പൊട്ടിയിട്ട് CH3CO മൈനസും H+ ആയിട്ട് മാറാൻ വേണ്ടി കുറച്ച് എനർജി ഉപയോഗപ്പെടുത്തേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഇയാൾ വീക്ക് ഇലക്ട്രോലൈറ്റ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് അല്ല, അതുകൊണ്ട് കംപ്ലീറ്റ്ലി അയണൈസ് ആവണം എന്ന് ഇല്ല. പക്ഷേ നേരത്തെ സ്ട്രോങ് ബേസ് സ്ട്രോങ് ആസിഡ്സ് എടുക്കുക, അയാൾ സൂപ്പറായിട്ട് അയണൈസ് ആവും. പക്ഷേ ഇയാൾ കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ആവണമെന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് കുറച്ച് എനർജി കൊടുക്കേണ്ടി വരും. അപ്പം ഇവോൾവ് ആവേണ്ട കുറച്ച് എനർജി, ഇവോൾവ് ആവേണ്ട എനർജി എന്ന് പറഞ്ഞാൽ -13.7 അല്ലെങ്കിൽ -57.3 ആണ്. പക്ഷേ അതിൽ നിന്ന് കുറച്ച് എനർജി ഡെഫിനറ്റ്ലി എന്തിലേക്ക് പോയിട്ടുണ്ടാകാം, ഈ പറഞ്ഞ വീക്ക് ഇലക്ട്രോലൈറ്റ് ബ്രേക്ക് ആവാൻ വേണ്ടി പോയിട്ടുണ്ടാവുക. അതുകൊണ്ട് പുറത്തോട്ടേക്ക് വരുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും -57.3 പ്ലസ് നമ്മൾ കുറച്ച് കൊടുക്കേണ്ട എനർജി, ഇത് പൊട്ടിക്കാൻ വേണ്ടിക്കുന്ന എനർജി. സോ അതിന് നമ്മൾ കൊടുക്കാം ΔH ഓഫ് ഡി അയണൈസേഷൻ എന്നെങ്കിൽ അങ്ങനത്തെ ഒരു ΔH ഓഫ് ഡി അയണൈസേഷൻ എന്ന് വേണേൽ വിളിക്കാം. ഓക്കെ, സോ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും ഒരു എന്താ പറയുക, ഒരു സമ്മറി എന്ന രീതിയിൽ ΔH ന്യൂട്രലൈസേഷൻ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസിനാണ് -57.3. കാരണം അവർക്ക് പൊട്ടാൻ വേണ്ടി എക്സ്ട്രാ എനർജിൻ്റെ ആവശ്യമൊന്നുമില്ല. ΔH ന്യൂട്രലൈസേഷൻ വീക്ക് ആസിഡ് വീക്ക് ബേസ് ആണെങ്കിൽ -57.3യും കുറച്ച് എനർജി ഡിസൊല്യൂഷന് വേണ്ടിയിട്ട് കുറച്ച് എനർജി ഡിസൊല്യൂഷന് വേണ്ടി ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് നമ്മൾ കൊടുക്കുന്ന എനർജി ആയതുകൊണ്ട് ഞാൻ പോസിറ്റീവ് എന്ന രീതി കൊടുത്തു. ഇത് മൈനസ് എന്തായാലും പുറത്തോട്ടേക്ക് വരുന്ന എനർജി. ഓക്കെ, ΔH ന്യൂട്രലൈസേഷൻ വീക്ക് ബേസ് സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ആണെങ്കിലും ബേസിനാണെങ്കിലും പൊട്ടിക്കാൻ നമ്മൾ കുറച്ച് എനർജി കൊടുക്കേണ്ടി വരും. സോ അതാണ് ഡിസൊല്യൂഷൻ വീക്ക് ബേസ്. ഓക്കെ, അത് സിമിലർലി രണ്ടുപേർക്കും ആണെങ്കിൽ രണ്ടുപേർക്കും ഉള്ള ഡിസൊല്യൂഷൻ കൊടുക്കേണ്ടി വരും. രണ്ടുപേരും വീക്ക് ആണെങ്കിൽ രണ്ടുപേർക്കുള്ള ഡിസൊല്യൂഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും, എനർജി കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇപ്പം ഇന്ന് വെൽ പെർഫോമിംഗ് എന്തോ വന്നിട്ടുണ്ട്, HCl+ ഇത് വന്നിട്ടുണ്ട്, ΔH വന്നിട്ടുണ്ട്, CH3 എൻതാൽപ്പി ഓഫ് അയണൈസേഷൻ ഓഫ് അയണൈസേഷൻ ഓഫ് CH3COH ആസ് കാൽക്കുലേറ്റഡ് ബൈ ദ സ്റ്റുഡൻറ്റ് ഈസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സ്ട്രോങ് ബേസിൻ്റെ സമയത്ത് ഇതാണ് വാല്യൂ കിട്ടാൻ -57.3. പക്ഷേ ഒരു വീക്ക് ആസിഡൊക്കെ വരുന്ന സമയത്ത് കുറച്ച് എനർജീസ് -50 ടോട്ടൽ ΔH എത്ര കിട്ടും നോക്കി നോക്ക്, -55.3. സോ പുറത്തോട്ടേക്ക് ഇവോൾവ് ആവുന്ന ആ പറഞ്ഞ ഹീറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നേരത്തേക്കാളും. അപ്പോൾ ഇവിടുന്ന് ഉണ്ടാകുന്ന ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എനർജി മേ ബി ഈ പറഞ്ഞ CH3COH എന്താ അയണൈസ് ആവാൻ വേണ്ടി ഉപയോഗിച്ചതായിരിക്കും. സോ ആ ഒരു അയണൈസേഷൻ എനർജി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ വേണ്ടി 57.3 മൈനസ് ആ ഡിഫറൻസ് കണ്ടെത്തുക, ഡയറക്റ്റ് ഡിഫറൻസ്. ഞാൻ മൈനസിന് പറ്റി ചിന്തിക്കുന്നേ ഇല്ല. 0.3 55.3. സോ നമുക്ക് പറയാൻ പറ്റും 0.2 ഡയറക്റ്റ്. സോ 2 എനർജി, ആ ഒരു 2 കിലോ ജൂൾ മോൾസ് ആയിരിക്കും പെർ മോളാണ്. ആ ഒരു എനർജിയാണ് എൻതാൽപ്പി ഓഫ് അയണൈസേഷൻ എന്ന് പറയാൻ പറ്റും. സോ ഉത്തരം 2 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. കാൽക്കുലേറ്റ് ദി ഹീറ്റ് ഓഫ് ഡിസോസിയേഷൻ ഫോർ എന്താണ് അസറ്റിക് ആസിഡാണ് നടത്താൻ പറയുന്നത്. എന്താണ് ഇവിടെ അസറ്റിക് ആസിഡ് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം 57.3 ആണ് വേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ 30.7 ആണ് കിലോ കെൽവിൻ ആണ് വേണ്ടത്. എന്ത് ചെയ്യണം, ഇവ രണ്ടും ഡിഫറൻസ് ആയിരിക്കും എന്താണ് അയൺ ഡിസോസിയേഷൻ്റെ എനർജി ഫോർ CH3COH അതേപോലെ 30.7 ഇയാളും തമ്മിൽ ഡിഫറൻസ് ആയിരിക്കും. NH4OHൻ്റെ എന്താണ് ഡിസോസിയേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവും. കാരണം ഇവിടെ തന്നെ ഒബ്വിയസ് തന്നെയല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെ. ഈ ക്വസ്റ്റ്യനാണ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത്. ഹീറ്റ് ഓഫ് ന്യൂട്രലൈസേഷൻ ഓഫ് ഓക്സാലിക് ആസിഡ് ഇസ് -53.35 കിലോ ജൂൾ മോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ ഓക്കെ ന്യൂട്രലൈസേഷൻ ഓഫ് ഓക്സാലിക് ആസിഡ് നമുക്കറിയാം H2C2O4 അതാണ് ഓക്സാലിക് ആസിഡ്, പ്ലസ് എന്താണ് ആഡ് ചെയ്യുക, ഒരു ബേസ് തൽക്കാലം NaOH ആഡ് ചെയ്യാം. ഓക്കെ, എന്താണ് കിട്ടാൻ NaHC2O4 പ്ലസ് വാട്ടർ കിട്ടും. ഇത് ബാലൻസ്ഡ് ആണ് നോക്കാം, ഇത് ബാലൻസ്ഡ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ കറക്റ്റാണ്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാ ഒരു ഈക്വൽ ഉണ്ട്, കാരണം N ഫാക്ടർ 1 ആണ്, കാരണം ഒരു HR റീപ്ലേസ് ആയിട്ടുള്ളൂ. അപ്പോൾ N ഫാക്ടർ 1, അപ്പോൾ ഒരു ഈക്വൽ ഉണ്ട്, ഒരു വാട്ടറാണ് ഉണ്ടാക്കുന്നത്. ഇത് ഇക്വേഷൻ കറക്റ്റാണ്. അപ്പോൾ ഇതിനുണ്ടാവുന്ന ഈ ΔH ആണ് ഇവർ ഗിവൺ ആയിട്ടുള്ളത്. ΔH ഓഫ് ന്യൂട്രലൈസേഷൻ, ദാറ്റ് ഈസ് ΔH ന്യൂട്രലൈസേഷൻ, അത് തന്നിട്ടുള്ളത് -53.35 കിലോ ജൂൾ. ഓക്കെ, അപ്പോൾ 53.53 കിലോ ജൂളാണ്. എന്താ അങ്ങനെ? ആക്ച്വലി ഇത് സ്ട്രോങ് ബേസ് ആണ്, അല്ല ഇതൊരു വീക്ക് ആസിഡാണ്. അപ്പോൾ ആക്ച്വലി എത്രയാണ് വേണ്ടത്? 57.3 ആണ് വേണ്ടത്. അപ്പോൾ കുറച്ച് എനർജി എന്തിനായിരിക്കും പോയിട്ടുണ്ടാവുക? ഇവരുടെ ഡിഅയോണൈസേഷൻ ആയിരിക്കും പോയിട്ടുണ്ടാവുക. കറക്റ്റ് ആണല്ലോ? കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ട വെച്ചാൽ ഒരു H+ മാത്രമേ ഡിഅയോണൈസ് ആയിട്ടുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാരണം ഒരു H മാത്രമേ പോയിട്ടുള്ളൂ, 2 H+ പോയിട്ടില്ല. സോ ഒരു H+ൻ്റെ അപ്പോൾ ആ ഒരു എനർജി, ഒരു H+ൻ്റെ ഡിഅയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ 57.3യും ഇത് തമ്മിൽ ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് എത്രയാണ്? 3.95 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ആ ഡിഫറൻസ് ആണ് എന്ത് ഒരു H+ൻ്റെ അയോണൈസേഷന് വേണ്ടി പോയിട്ടുള്ളത്. ശരി, പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എന്താണ്? ഹെൻസ് ഫൈൻഡ് ദി ΔH ഓഫ് ഡിഅയോണൈസേഷൻ ഓഫ് H2CO4 ഇൻറ്റു 2H+, 2 H+ലേക്ക് പോകുന്നുണ്ട്. ഒരു H+ 3.95 എനർജീസിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ 2 H+ൻ്റെ എന്താണ് ഡിഅയോണൈസേഷന് വേണ്ടി എത്ര വാല്യൂ ഉണ്ട് വരും? ഇതിന് 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം കിട്ടും. ദാറ്റ് ഈസ് 7.9 കിലോ ജൂളാണ് ഉത്തരം.
ഓക്കെ, ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. ഇനി എൻതാൽപ്പി ഓഫ് ഫേസ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫേസിൽ നിന്ന് മറ്റൊരു ഫേസിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു സോളിഡ് ആയിട്ടുള്ള സാധനം അത് ലിക്വിഡിലേക്ക് മാറുന്നത്, പക്ഷേ മെൽറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്, മെൽറ്റിംഗ്. അപ്പം എന്താണ് ഒരു മോൾ ഓഫ് ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് ഒക്കേർഡ് വെൻ 1 mole ഓഫ് എ സർട്ടൻ സോളിഡ് സാധനം, എന്തെങ്കിലും 1 mole ഓഫ് എന്തോ സാധനം സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് അത് ലിക്വിഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഇയാളുടെ മോൾ മാത്രം അതൊരു മോളാണ് എന്നേ ഉള്ളൂ. ഇത് എത്രയായാലും ഒരു വിഷയമല്ല. അപ്പോൾ അവിടെ നിന്നാണ് ഡെൽറ്റ എച്ച് ആണ് ഫ്യൂഷൻ്റെ ഡെൽറ്റ എച്ച്. എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡിലുള്ള സാധനം സോളിഡിലേക്ക് മാറുന്നത് ഒരു മോൾ ആയിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഉണ്ടാകുന്ന ഡെൽറ്റ എച്ച് ഓഫ് ഇത് ഗ്യാസസിലേക്ക് മാറണം. ലാസ്റ്റ് ഗ്യാസസ് ഇത് സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറണം. ആ ഒരു ഇത് ഓർമ്മിക്കണം കേട്ടോ. ലിക്വിഡ് സ്റ്റേറ്റും പിന്നെ ഒരു മോൾ ഇതാവണം എന്നേ ഉള്ളൂ. പിന്നെ അപ്പോൾ ഉണ്ടാകുന്ന ഡെൽറ്റ എച്ച് ആണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഡെൽറ്റ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, ആ ഒരു മെൽറ്റിംഗ് പോയിന്റിലാണ്. ഡെൽറ്റ എച്ച് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ദാറ്റ് മീൻസ് ഒരു മോൾ ഓഫ് എന്തോ ഒരു ലിക്വിഡ് സാധനം അത് എന്തിലേക്ക് മാറുന്ന ഗ്യാസസ് സ്റ്റേറ്റിലേക്ക് മാറുന്നുണ്ട് അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഉണ്ടാകുന്ന ഡെൽറ്റ എച്ച് ആണ് ഡെൽറ്റ എച്ച് ഓഫ് വേപ്പറൈസേഷൻ. ഡെൽറ്റ എച്ച് ഓഫ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോൾ ഓഫ് എന്തോ ഒരു സോളിഡ് സ്റ്റേറ്റ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസിലേക്ക് മാറുന്നുണ്ട് എന്താണ് അറ്റ് എ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഉണ്ടാകുന്ന ഡെൽറ്റ എച്ച് ചേഞ്ച് ആണ് നമുക്ക് പറയാൻ പറ്റും ഡെൽറ്റ എച്ച് ഓഫ് സബ്ലിമേഷൻ. ഡെൽറ്റ എച്ച് ഓഫ് അറ്റോമൈസേഷൻ, ദാറ്റ് ഈസ് ഹീറ്റ് ഓഫ് അറ്റോമൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. അതിലാണ് കുറച്ചുകൂടി നമ്മൾ ഫോക്കസ് ചെയ്യാൻ. അതിന് 2 ഡെഫിനിഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻസിലൊക്കെ വളരെ ഉപയോഗപ്പെടുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര നേരം പറഞ്ഞ പോലെ തന്നെ നമ്മൾ റിയാക്റ്റൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ഡെഫിനിഷനാണ്. ദാറ്റ് മീൻസ് ഒരു മോൾ ഓഫ് എന്താണ് അറ്റോമൈസേഷൻ ആണ്. അറ്റോമൈസേഷൻ ആ ഒരു വേർഡിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ക്ലിക്ക് ആവുന്നില്ലെങ്കിലും ഇതൊരു സാധനങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും മനസ്സിലാക്കണം വെച്ചാൽ ഒരു മോൾ ഓഫ് എന്തെല്ലോ ഒരു സാധനം, ഓക്കെ, അത് എന്തിലേക്ക് മാറണം, അതിൻ്റെ ഗ്യാസസ് സ്റ്റേറ്റിലേക്ക് മാറണം. ഓക്കെ, അത് മാത്രമല്ല ഈ പറഞ്ഞ ഒരു മോൾ ഓഫ് സാധനം അതെന്തോ ഒരു സാധനം അത് ഗ്യാസസ് സ്റ്റേറ്റിലേക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാകുന്ന ഡെൽറ്റ എച്ച് ചേഞ്ച് ആണ് എന്ത് ഹീറ്റ് ഓഫ് അറ്റോമൈസേഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് ഡെൽറ്റ എച്ച് അറ്റോമൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കി നോക്കും, ഒരു മോൾ സോളിഡുള്ള ഈ സാധനം അതെന്തിലേക്ക് മാറുന്നുണ്ട് ഗ്യാസസിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന ഡെൽറ്റ എച്ച് ആണ് ഡെൽറ്റ എച്ച് അറ്റോമൈസേഷൻ. ഓക്കെ, ഇത് സോളിഡ് സ്റ്റേറ്റ്. എന്തുകൊണ്ട് സോളിഡ് സ്റ്റേറ്റ്? ഒരു കാര്യം കൂടി ഉണ്ട്, ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. വെറും ഒരു മോള് സാധനം വെറും ഗ്യാസിലേക്ക് മാറുന്നുണ്ട്, അത് മാത്രമല്ല ഒരു കണ്ടീഷൻ. വേറൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഒരു മോളിലുള്ള ആ സാധനം അതെന്തായിരിക്കണം, പ്യുവർ എലമെൻ്റൽ സ്റ്റേറ്റിലായിരിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അങ്ങനെ ആകുമ്പോൾ ഇത് ഓക്കെ ഒരു മോൾ ആണോ സാർ പറഞ്ഞ 2 ഡെഫിനേഷനും കൂടി ഉണ്ട്. ഒരു മോൾ റിയാക്ടിൻ്റെ സാധനം മാത്രം നോക്കിയിട്ട് കാര്യമില്ല, വേണമെങ്കിൽ ഒരു മോൾ പ്രൊഡക്റ്റിൻ്റെ സൈഡും കൂടി നോക്കാം. പക്ഷേ ജനറലായിട്ട് സാർ പറഞ്ഞ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എനർജി റിക്വയർ ടു ബ്രേക്ക് 1 mole ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, എന്തോ ഒരു 1 mole സബ്സ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അത് മാത്രമല്ല അത് വെറും 1 mole ആയി പോരാ, അത് എന്തിലാവണം, ഇറ്റ് ഷുഡ് ബി ഇൻ ഇറ്റ്സ് പ്യുവർ എലമെൻ്റൽ സ്റ്റേറ്റിലും കൂടി ആവണം. അതിവിടെ കൊടുത്തിട്ടുണ്ടോ, ഇതാ ഗ്യാസ് സ്റ്റേറ്റ് ഫ്രം ഇറ്റ്സ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫ്രം ഇറ്റ്സ് പ്യുവർ എലമെൻ്റൽ സ്റ്റേറ്റുള്ള സാധനങ്ങളിൽ നിന്ന് ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ പറയാൻ പറ്റും എന്താണ് ഒരു മോൾ എന്തോ ഒരു സാധനം എടുത്തിട്ടുണ്ട് ഗ്യാസ് സ്റ്റേറ്റ് ഒന്നുമല്ല, പക്ഷേ പ്യുവർ സ്റ്റേറ്റിലായിരിക്കണം. ഓക്കെ, അത് ബ്രേക്ക് ഡൗൺ ആയിട്ട് കിട്ടുന്ന സാധനം എന്തിലായിരിക്കണം, ഗ്യാസ് സ്റ്റേറ്റിലായിരിക്കണം. ഓക്കെ, ശരി. അപ്പോൾ ഉണ്ടാകുന്ന ഡെൽറ്റ ചേഞ്ച് ആണ് എന്ത് ഹീറ്റ് ഓഫ് അറ്റോമൈസേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി, അത്രേ ഉള്ളൂ, വേറൊന്നും പരിപാടിയില്ല. നോക്കി നോക്കി ഇപ്പോൾ BR2 അയാളുടെ പ്യുവർ എലമെൻ്റൽ സ്റ്റേറ്റിലാണ്, ഒരു മോളാണ്. ശരി, ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്, ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറുന്നുണ്ട്. ശരി, അപ്പോൾ ഉണ്ടാകുന്ന ഡെൽറ്റ എച്ച് അറ്റോമൈസേഷൻ. ഇനി CH4. ഓക്കെ, അയാൾ എന്താ എലമെൻ്റൽ സ്റ്റേറ്റിലാണ്, ഗ്യാസസിലാണുള്ളത്, കറക്റ്റാണ്. അപ്പോൾ അയാൾ എന്തിലേക്ക് മാറുന്നുണ്ട്, അതും ഗ്യാസിലേക്ക് തന്നെ പോകും, അത്രേ ഉള്ളൂ. ബ്രേക്ക് ഡൗൺ ആണോ, അത്രേ ഉള്ളൂ. ഇയാൾ കോമ്പൗണ്ട് ഫോമിൽ, ഇപ്പോൾ ഇയാൾ ബ്രേക്ക് ഡൗൺ ആയിട്ട് അയാളുടെ എന്താണ് കാർബൺ H ഇത് 2H2 എന്ന രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, കുറച്ചുകൂടി തിയറിയിൽ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ ഞാൻ ഒന്നുകൂടി അറ്റോമൈസേഷൻ്റെ പറയാം. 2 രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഗ്യാസ് ഉണ്ടാവുന്ന എന്തോ ഒരു ഗ്യാസ് ഉണ്ടാവുന്ന എലമെൻ്റൽ സ്റ്റേറ്റിൽ, ഇപ്പോൾ ഞാൻ ഒന്നാമത്തെ രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്, ഒന്ന് എന്താണ് എലമെൻ്റൽ സ്റ്റേറ്റിൽ നിന്ന് എന്താണ് ഒരു മോൾ ഗ്യാസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഡെൽറ്റ ചേഞ്ച് എന്താണ് ഹീറ്റ് ഓഫ് അറ്റോമൈസേഷൻ എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു മോൾ ഗ്യാസിൽ നിന്ന് ഒരു മോൾ ഗ്യാസ് ബ്രേക്ക് ഡൗൺ ചെയ്യും, എന്തൊക്കെയോ ആയിട്ട് ബ്രേക്ക് ഡൗൺ ആവും, എന്നിട്ടോ അതിൻ്റെ എലമെൻ്റൽ സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡെൽറ്റ എച്ച് അറ്റോമൈസേഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ 2 രീതിയിൽ പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു മോൾ വേണം, പിന്നെ എലമെൻ്റൽ സ്റ്റേറ്റ് വേണം, ഇത്ര കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. എന്നിട്ടോ ഒന്നെങ്കിൽ ഒരു മോൾ ഉണ്ടാകുന്നുണ്ട്
എന്താ എലമെൻ്റൽ സ്റ്റേറ്റ് എന്ന്, അല്ലെങ്കിൽ ഒരു മോള് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എലമെൻ്റൽ സ്റ്റേറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന ഡെൽറ്റ എച്ച് ചേഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ടും അറ്റോമൈസേഷൻ ഡെൽറ്റ എച്ച് അറ്റോമൈസേഷൻ തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. രണ്ട് രീതിയിൽ കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡൗട്ട് ആവാൻ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ.